വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്ത മാനന്തവാടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ UDF പ്രതിഷേധിക്കുന്നു. ആദിവാസി വയോധികയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് ശ്മശാനത്തിലെത്തിക്കാൻ ആംബുലൻസ് നൽകിയില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം. ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്നാണ് മൃതദേഹം ഓട്ടോറിക്ഷയിൽ ആണെത്തിച്ചത്. ഇത് എടവക പഞ്ചായത്തിലെ വീട്ടിച്ചാലിലെ സംഭവമാണ്. ഒരു ആദിവാസി അമ്മച്ചി മരിച്ചിട്ട് ആംബുലൻസ് സമയത്തിന് കിട്ടാതെ വരാതെ ഓട്ടോയിൽ കൊണ്ടുവരുന്ന ഒരു ഗതികേടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേണ്ടോ? ഓക്കെ അത് നീക്കും. പോകട്ടെ. ഈ വിഷയത്തിൽ ഇപ്പോൾ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ഈ രണ്ട് ആംബുലൻസ് മാത്രം വെച്ചിട്ടേ ഇത്രയും വലിയ ആദിവാസി വിഭാഗക്കാർ താമസിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഓടി എത്താൻ പറ്റുമോ? നമുക്ക് ഇപ്പൊ നിലവിലുള്ള നമ്മളുടെ രണ്ട് ആംബുലൻസുകൾ ഉപയോഗിച്ചിട്ട് കോഴിക്കോട് എന്നുള്ള മറ്റു ഭാഗത്തു നിന്നുള്ള സ്ഥിരം കോഴിക്കോട്ടേക്ക് പോകേണ്ട രോഗികളുണ്ട്. അവരെ കോഴിക്കോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് ആംബുലൻസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. മറ്റ് ഭാഗത്തുനിന്ന് ജീപ്പ് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടവരാണെങ്കിൽ അവർ ജീപ്പ് വിളിച്ചിട്ടോ അതല്ലെങ്കിൽ അതിന് പറ്റുന്ന വാഹനങ്ങൾ വിളിച്ചിട്ട് അവർ വരുന്നുണ്ട്. അവരുടെ അങ്ങനെയുള്ള കോളനിയിൽ നിന്ന് നേരിട്ട് അവർ വിളിച്ചു വരുന്ന വാഹനങ്ങളുടെ ഫണ്ട് നമ്മൾ മാറിക്കൊടുക്കുന്നുണ്ട്. ആംബുലൻസുകൾ അതുപോലെ തന്നെ ഇപ്പോൾ ICU ആംബുലൻസ് നമുക്ക് ബത്തേരി ഒന്നേ ഉള്ളൂ. ആ ഒരു ICU ആംബുലൻസ് നമ്മൾ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഡ്രൈവർ നമ്മളെ വിളിച്ച് ആവശ്യപ്പെടും ഒരു വാഹനം ഏർപ്പെടുത്തണം എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ അതനുസരിച്ച് വാഹനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. വേറെ ഇവിടെ പക്ഷേ അതിന് കഴിഞ്ഞില്ല. പ്രൊമോട്ടർ കൃത്യമായി അറിയിച്ചിരുന്നോ നിങ്ങൾ? കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ അറിയിച്ചില്ല. ആദിവാസി വയോധികയുടെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ ആംബുലൻസ് വിട്ടു നൽകിയില്ല എന്നുള്ളതിലാണ് UDFന്റെ പ്രതിഷേധം. ഇപ്പോൾ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. പ്രൊമോട്ടർക്ക് ഇവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട്. 2 ആംബുലൻസാണ് ആകെയുള്ളത്. അത് കോഴിക്കോട്ടായിരുന്നു. രണ്ടും ലഭ്യമല്ലായിരുന്നു എന്നുള്ളതാണ്.